ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളിന്ന് ഏർലി മോർണിംഗ് വന്നിട്ടുണ്ട്. ഏർലി മോർണിംഗ് എന്ന് പറഞ്ഞപ്പോൾ 8:30 മണിക്ക് നമ്മൾ ബാഗ എന്ന് പറയുന്ന ബീച്ചിലേക്കാണ് വന്നിട്ടുള്ളത്. ഈ ബാഗ ബീച്ച് എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു വളരെ എൻഗേജിങ് ആയിട്ടുള്ള ഒത്തിരി ഫോറിനേഴ്സും ഒത്തിരി ഗസ്റ്റുകളും വരുന്ന ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന ബീച്ചാണ് ബാഗ ബീച്ച്. ഈ ബാഗ ബീച്ചിലെ ഒരു വിശേഷം ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. ബാഗ ബീച്ചിലെ കാഴ്ചകളിൽ പെട്ടതാണ് ഇതൊക്കെ. കാലത്ത് തന്നെ മീൻ പിടിച്ചിട്ട് വരുന്നവരും മീൻ പിടിച്ച് വേണ്ട വല നേരെയാക്കി മീൻ പിടിക്കാൻ ഇറങ്ങുന്നവരും അങ്ങനെയുള്ള ആളുകളുടെ ഒരു കൂട്ടമാണ്. മീൻസ് മീൻപിടുത്തക്കാരുടെ ഒരു ഏരിയയാണത്. കണ്ടോ, അതാ ബോട്ട് അങ്ങനെ പോകുന്നതാണ് ഭയങ്കര രസമുണ്ടേ. ഒരു മിനിറ്റ്, ചിലപ്പോൾ അങ്ങനെ ഷോട്ട് പിന്നെ കിട്ടിയെന്ന് വരില്ല. ബാഗ ബീച്ചിൻ്റെ വലിയൊരു ബോർഡ് അവിടെ ഇരിപ്പുണ്ട്, കണ്ടോ. ചെറിയ ചാപ്പലുണ്ട്, ചാപ്പലല്ല, ഒരു ചെറിയ കപ്പോള പോലെ ഒരു ഒത്തിരി മീൻ പിടിക്കുന്ന ബോട്ടുകൾ അവിടെ ഉണ്ട് കേട്ടോ, ഒത്തിരി ഉണ്ട്. മീൻ പിടിക്കുന്ന ബോട്ടുകൾ മാത്രമല്ല കേട്ടോ, ടൂറിസ്റ്റിനെ കൊണ്ടുപോകുന്ന ബോട്ടുകളുണ്ട്. മോർണിംഗ് അല്ല, അത് തന്നെ തുടങ്ങിയിട്ടില്ല. അടിപൊളി പറഞ്ഞു. നൈസല്ലേ. ചില കാഴ്ചകൾ അപ്രതീക്ഷിതമായിട്ട് വന്നു വരുന്നതാണ്. ഇവിടെ ഇവിടെ വേണ്ട സൺറൈസിൻ്റെ ഒരു വേറിട്ട ഒരു കാഴ്ച. ഇവിടെ ബീച്ച് അതിന് ഇത് ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട ബീച്ച് പോലെ തന്നെ ഒരു കുറച്ച് കര കൂടുതലുള്ള ബീച്ചാണ്. പക്ഷേ അതിൻ്റെ ചെറിയ ഇപ്പോൾ ഇറങ്ങി ചെല്ലാവുന്ന സ്ഥലം കൂടുതലുള്ള ബീച്ചാണ്. അത് തിര അടിക്കുന്നത് കണ്ടോ, തിര അടിക്കുന്നത് തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ടോ, കണ്ടോ, തിര അടിക്കുന്നത് അവിടെയാണ്. അപ്പോൾ അത്രയും ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഫാമിലിക്കൊക്കെ അതുകൊണ്ട് തന്നെയാണ് ഈ ബീച്ച് ഭയങ്കര ഇഷ്ടപ്പെടുന്നതിൻ്റെ കാരണം. പിന്നെ അവിടെ വരെ ചെല്ലാം, അവിടെ വരെ ചെന്ന് ഇറങ്ങി കുളിക്കാം. നല്ല ഭയങ്കര ഒരു ബ്യൂട്ടിയുള്ള സ്ഥലമാണ്. ഇതിൻ്റെ ബ്യൂട്ടി എത്രമാത്രം, ഞാൻ ഈ ക്യാമറയിൽ കാണുന്നതിനേക്കാൾ ബ്യൂട്ടി ഉണ്ട് അതിന്, ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ എത്രമാത്രം മനോഹരമാണെന്ന്. മുകളിലെന്തോ മുകളിൽ ചാപ്പലാണ്, പള്ളിയാണ്. പിന്നെ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ അത് ഇവിടുത്തെ റെസ്ക്യൂ ടീമാണ്. പിന്നെ അവിടെ നമ്മൾ ബേവാച്ചിന് വേണ്ടിയിട്ടുള്ള ആൾക്കാരിരിക്കുന്ന സ്ഥലം. അപ്പോൾ ഏർലി മോർണിംഗ് ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ അതൊക്കെ പെയ്ഡാണ് കേട്ടോ. പൈസ കൊടുത്താലാണ് അവിടെ പോയി ഇരിക്കാൻ പറ്റുള്ളൂ.
ബാഗയിൽ സമ്മിശ്രമാണ് ഗസ്റ്റ്, അതായത് ഫോറിനേഴ്സും ഇന്ത്യൻസ് ലോക്കൽ ഗസ്റ്റുകളും എല്ലാവരും ഉണ്ട്. കാരണം വെച്ചാൽ ഇതതുപോലത്തെ ഒരു സ്ഥലമാണ് കാണാനും ഒക്കെ ആയിട്ട്. പിന്നെ പാരാഗ്ലൈഡിങ്, അതുപോലെ ബോട്ട് റൈഡിങ്, സ്പീഡ് ലോഞ്ച് റൈഡിങ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. അവിടെ നമുക്കൊരു സ്പീഡ് ലോഞ്ച് നിർത്തിയിട്ടിട്ടുണ്ട്. അത് എൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. നന്നാവും. അതാണ് നമ്മുടെ പ്ലാൻ. നൈസല്ലേ? നമ്മൾ നമുക്ക് ഇവിടെ നിന്ന് നോക്കാം അങ്ങോട്ടുള്ള കാഴ്ച. പിന്നെ അവിടെ പോലീസുകാർ വന്ന് എല്ലാവരും ഒഴിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്കത് ചുമ്മാ കയറിയിരിക്കാനുള്ള സ്ഥലമല്ല, അപ്പോൾ അതുകൊണ്ട് മാറിത്തരാൻ വേണ്ടി പറഞ്ഞ് എല്ലാവരും മാറ്റി അവർ സൈഡിൽ നിന്ന് ക്ലീൻ ചെയ്ത് വരുന്നുണ്ട്. കാരണം ഗസ്റ്റിനെ നമ്മൾ ഒരു കാരണവശാലും അവർ ഇവിടുത്തെ കച്ചവടക്കാരോ അല്ലെങ്കിൽ ഇവിടുത്തെ ലോക്കൽസിലുള്ളവരോ ഗസ്റ്റിനെ ഒരിക്കലും മര്യാദയില്ലാതെ അവരുടെ അടുത്ത് പെരുമാറില്ല. കാരണം അതാണ് ഇവരൊരു സംസ്കാരം. ഗോവയിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വളരെ അവർ ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഏത് ഷോപ്പിൽ ചെന്നാലും ഏത് സ്ഥലത്ത് ചെന്നാലും അവരുടെ സ്ഥലത്ത് വന്നിട്ട് ഗസ്റ്റായിട്ട് തന്നെയാണ് അവർ നമ്മൾ കാണുക. അത് അത്രയും മര്യാദ നമുക്ക് തരുന്നുണ്ട്. അങ്ങനെ തോന്നുന്ന മാതിരി പ്രൈസൊന്നും മേടിക്കില്ല. കാര്യം ലിറ്റിൽ എക്സ്പെൻസീവ് ആണ് ചില സ്ഥലത്ത്. അത് ആ ഒരു ഏരിയയിൽ എല്ലാ സ്ഥലത്തും ഒരു റേറ്റ് ആയിരിക്കും. ഇപ്പോൾ ഞാൻ ഉപ്പ് സോഡ കഴിച്ചു, അഞ്ചുന ആർപ്പുറ 40 രൂപയാണ് റേറ്റ് ഇട്ടത്. പക്ഷേ സാധാ കടകളിൽ പുറത്തിറങ്ങി കഴിച്ചാൽ 20 രൂപ. അത് അങ്ങനെയാണ് അവിടുത്തെ. കാരണം ഓരോ ഏരിയയ്ക്ക് അനുസരിച്ച് ആ ഒരു ഏരിയയിലും റേറ്റാണ്. അത് ഒരാളെ കണ്ടുകൊണ്ട് റേറ്റ് അല്ലെങ്കിൽ അങ്ങനെ റേറ്റൊന്നും സെപ്പറേറ്റ് ചെയ്ത് ഇടയാക്കി ഒരു ആളുകൾ കുഴപ്പത്തിലൊന്നും ആക്കുന്ന ഒരു ടൈപ്പല്ല ഇവർ നമ്മൾ ഗോൾഡൻ ടെമ്പിളിലൊക്കെ പോകുമ്പോൾ കാണുന്ന ടൈപ്പിലുള്ള അമ്പലങ്ങളാണ് ഇവരുടെ കൂടുതലും. പ്രാർത്ഥനാലയങ്ങളാണ്. അങ്ങോട്ടേക്ക് പോകുന്നതിന് മുമ്പ് ഇഷ്ടംപോലെ ബോട്ട്സൊക്കെ ഉണ്ട്. ആണോ? നിർത്തിയിട്ടിട്ടുണ്ട്. ശ്രീ മഹാദേവ തക്കേച്ചർ പ്രസന്ന അനന്തമാണ് എഴുതി വച്ചിട്ടുണ്ട്. ഇതാണ് ബാഗ ബീച്ചിൻ്റെ ഷോപ്സുകളൊക്കെ തുറന്ന് വരുന്നേ ഉള്ളൂ കേട്ടോ. ഒരു ഔട്ട്ലുക്ക് എങ്ങനെയാണ് ബീച്ചിൻ്റെ? മനോഹരമായ ഔട്ട്ലുക്കാണ്. അല്ല, എല്ലാ ബീച്ചിലും തെങ്ങുകളുണ്ട്, പക്ഷെ നമ്മൾ കേരി ബീച്ചിൽ മാത്രം തെങ്ങില്ല. അത് കേരി ബീച്ചിൽ ചെന്നപ്പോൾ തന്നെ അവിടെ ഒരു മഹാരാഷ്ട്രൻ സംസ്കാരത്തിലേക്ക് അടുപ്പിച്ചെത്തിയായിരുന്നു. മഹാരാഷ്ട്ര ഗോവയുടെ ഒരു ബോർഡറാണ്
കേരി ബീച്ച്. ഇനി നമുക്ക് നമ്മൾ ഫിഷർമാൻ ടീമിനെ കണ്ടില്ലേ, നമ്മളവരുടെ ഒരു ഏരിയയിലേക്കൊന്ന് കിടക്കാം. അതുപോലെ സാധനം ഇട്ട് കൊടുക്കുമ്പോൾ ഭക്ഷണം ഇട്ട് കൊടുക്കണോണ്ടേ പുള്ളീനെ ചുറ്റി നായ്ക്കൂട്ടം. കണ്ടോ, ഇതാണ് അവരുടെ. അതങ്ങനെ കുറച്ച് അങ്ങേറ്റം വരെ ഉണ്ടത്. നല്ല ബ്യൂട്ടിയാണ് അവിടെ കാണാനായിട്ട്. ബോട്ട്സ് മാത്രമേ ഉള്ളൂ കേട്ടോ, മറ്റേ ചെറിയ ബോട്ട്സാണ്. നമ്മുടെ അവിടുത്തെ ഹാർബറിൽ കാണുന്ന മാതിരി വലിയ ബോട്ട്സ് അല്ല, ചെറിയ ബോട്ട്സാണ്. നല്ല ഭംഗിയുള്ള കാഴ്ചയാണ്. ഒരു സൈഡിലായിട്ട് വല ഇത് ചെയ്യുന്നു, ശരിയാക്കുന്നു പോകാനായിട്ട്. ഒരു സൈഡിൽ വല വലിക്കുന്നു, കയറ്റിക്കൊണ്ടിരിക്കുന്നു. നമുക്കതിൻ്റെ നല്ലൊരു ഫ്രെയിം കാണാൻ പറ്റുമോ നോക്കട്ടെ. നൈസല്ലേ ഫ്രെയിം. ഓരോ സ്ഥലത്തിനും അതിൻ്റേതായ ഒരു ബ്യൂട്ടി ഉണ്ടാവും. അതാണ് പ്രകൃതി. നമ്മളുണ്ടാക്കുന്നതാണെങ്കിലും അത് പ്രകൃതിയോട് ചേർത്ത് വയ്ക്കുമ്പോൾ ഒരു വല്ലാത്ത ബ്യൂട്ടി ആയിരിക്കും. അങ്ങനെ ഒരു നല്ല ദിവസം ആരംഭിക്കുകയാണ്. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. ഇവിടെ സൈൻ ഓഫ് ചെയ്യാം. ഓക്കെ, ബൈ.